യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. ഇത് തൃശൂർ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഏകദിന സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ദൈവത്തിൽ നിന്ന് സൂക്ഷിപ്പാനും ദൈവം എനിക്ക് നൽകുന്ന ഈ സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിലയിൽ ഒരവസരം നൽകി തന്ന വൈദ്യുതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദി പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിരിക്കുന്നു. സന്തോഷത്തോടുകൂടെ ദൈവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് മറ്റൊരു അവസരം നൽകിയിരുന്നു. അതോർത്ത് നമുക്ക് സ്തുതിക്കാം. ഈ ദിവസം നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സമയത്ത് നാം ചിന്തിക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഐക്യത എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരണം എന്നുള്ള പ്രാർത്ഥനയോടും വളരെയധികം സമർപ്പണ ബോധത്തോടും കൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ആ നിലയിൽ സഹായിക്കട്ടെ. നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണം. ക്രിസ്തുവിലുള്ള ഐക്യത എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക നിലയിൽ തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് കണ്ടെടുക്കുവാനായിട്ട് ഇടയായിരിക്കുന്നു. അതുകൊണ്ട് രാവിലെ നമ്മുടെ വചന ധ്യാനത്തിന് ആധാരമായിരിക്കുന്ന ആ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൽ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകശുദ്ധിയോടിരിക്കാൻ ഞാൻ യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവരെ, അവർക്ക് തുറന്നിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലൈമത്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടി സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ഫിലിപ്പി ലേഖനം നാം എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലേഖനമാണ്. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള സന്തോഷത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനമാണ്. എന്നാൽ നാം വായിച്ച വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്തുവിലുള്ള ഐക്യത എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്, ക്രിസ്തുവിലുള്ള ഐക്യത എത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് ആധാരമായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമാകുന്ന ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾക്കാനായിട്ടിടയായത്. ഇന്ന് ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്യങ്ങളിൽ നിന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിക്കുവാനും വളരെ ശ്രദ്ധയോടെ ആ കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു 6 വ്യക്തികളെ കുറിച്ച് കേൾക്കുവാനിടയായിരുന്നു. അതിൽ 2 പേർ യഹൂദന്മാരാണ്, മറ്റു 2 പേർ അവർ കത്തോലിക്ക സഭാവിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ മറ്റ് അവശേഷിക്കുന്ന 2 പേർ അവർ ബ്രദറുകാരാണ്. അപ്പോൾ ഇവർ ആളൊഴിഞ്ഞ ഒരു ദ്വീപിൽ ഈ 6 പേര് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 യഹൂദന്മാരും കൂടെ ചേർന്നിട്ട് അവർ വളരെയധികം ആലോചിച്ച് ഒടുവിൽ അവർ ഒരു ദേവാലയം
അവർക്കായിട്ട് അവർ അവിടെ പണിതു. അതിനുശേഷം 2 കത്തോലിക്കരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് അവരുടെ പുണ്യവാളന്മാരുടെ ആഗ്രഹം ഒക്കെ കാര്യങ്ങൾ ചിന്തിച്ച് ഒരു പുണ്യവാളന്റെ നാമത്തിൽ ഒരു പള്ളി രണ്ടുപേരും കൂടെ ചേർന്നു. എന്നാൽ 2 ബ്രദറുകാര് അവർ രണ്ടുപേരും 2 ബ്രദർ സഭകൾ അവിടെ. അത് മാത്രമല്ല, 2 ബ്രദർ സഭ തുടങ്ങാൻ മാത്രമല്ല, 2 പേരും കൂടെ ആരുടെ സഭയാണ് ആദ്യത്തെ ബ്രദർ സഭ എന്നതിനെ ചൊല്ലി വാക്കുതർക്കവും. ഞാൻ ഈ കഥ വായിച്ചു കേട്ട ഒരു കഥയാണ്. അത് പറഞ്ഞതിന്റെ സാരം എന്ന് വെച്ചാൽ, പലപ്പോഴും ഐക്യതയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്ക് സഭകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, പ്രശ്നങ്ങൾ അത് സർവ്വസാധാരണമാണ്. പ്രശ്നങ്ങളില്ലാതെ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ സാധ്യമല്ല. എല്ലാ ബന്ധങ്ങളിലും അതിൻ്റെതായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും എന്നതിന് യാതൊരു സംശയമില്ല. ഒരു വ്യക്തി പ്രകാരം പറയുന്നുണ്ടായി, ഒരു സഭയിൽ ആരെങ്കിലുമായി വാക്കുതർക്കം ഉണ്ടാകാതെ ഇരിക്കുകയോ മറ്റൊരു വിശ്വാസി നിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്താത്ത ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങളൊരു പുതിയ വിശ്വാസിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളോ ഒന്നും ഇല്ലെങ്കിൽ 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങളൊരു പുതിയ വിശ്വാസി ആയിരിക്കണം. 2, നിങ്ങൾ സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും കാര്യമില്ല. ഒരു പുതിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരും ആ വ്യക്തിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കാം. സ്വന്തം കാര്യം നോക്കി മറ്റുള്ള സഭയുടെ കാര്യങ്ങളിലോ ശുശ്രൂഷകളിലോ യാതൊരു വിധമായിരിക്കുന്ന ഉത്തരവാദിത്വം എടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു കാര്യം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു വിശ്വാസികളുമായിട്ട് കൃത്യമായി ഇടപഴകി തുടങ്ങുമ്പോൾ, ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ, അധികം വൈകാതെ തന്നെ ചില വാക്കുതർക്കങ്ങളും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും. എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്. ആ നിലയിൽ നാം ഒരു വ്യക്തിയുമായിട്ട് കൃത്യമായി ഇടപെടുവാൻ തുടങ്ങുമ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ, വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ മറ്റുള്ള വിശ്വാസികളുമായിട്ട് കൃത്യമായി നിങ്ങൾ ഇടപഴകരുത് എന്ന് പറയുന്നതിനല്ല ഞാൻ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. മറിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത എന്ത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കുറിച്ച് വളരെയധികം യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ചിന്തിപ്പാനും, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന മാറ്റങ്ങൾക്ക് നാം ഓരോരുത്തരും തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളിൽ നിന്ന് മുമ്പാകെ ഞാൻ പ്രസ്താവിക്കുന്നത്. പലപ്പോഴും നാം പ്രകാരം ചിന്തിക്കാറുണ്ട്, നാം വിശ്വാസികളാണ്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്, പരസ്പരം നാം സ്നേഹിക്കണം എന്നുള്ള ദൈവികമായിരിക്കുന്ന കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുന്നവരാണ്. ആ നിലയിൽ നാം ഓരോരുത്തരും മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടയിൽ യാതൊരുവിധമായിരിക്കുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകയില്ല എന്ന് ആദർശപരമായിട്ട് ചിന്തിക്കുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാകട്ടെ, അത്തരത്തിലുള്ള ആദർശവാദം സഭകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നാം ഒരു ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, പ്രതിസന്ധികളൊക്കെയും നാം നേരിട്ടേ മതിയാകുന്നു. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നാം ഫിലിപ്പി ലേഖനത്തിലേക്ക് നാം ഇവിടെ കടന്നു വരുമ്പോൾ ഈ ഫിലിപ്പി സഭയെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും വ്യത്യസ്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള അനേക
ദൈവമക്കൾ ആ സ്ഥലസഭയിൽ. ചില വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഫിലിപ്പി സഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും ഫിലിപ്പി ലേഖനത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില വ്യക്തികളെ കുറിച്ച് നാം ഓർക്കുകയാണെങ്കിൽ നാം ലിഡിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ സഹോദരിയെ കുറിച്ച് നമുക്ക് എന്തറിയാം? ആ സഹോദരി ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു സഹോദരിയായിരുന്നു. പക്വതയുള്ള ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല അവർ ഏഷ്യയിൽ നിന്നുള്ള ഒരു വിധവയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില വ്യാപാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരിയായിരുന്നു ഈ ലിഡിയ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിധവയായിരിക്കുന്ന വ്യാപാരിയായിരിക്കുന്ന ഒരു സഹോദരൻ. മാത്രമല്ല മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കുറിച്ച്, ഫിലിപ്പിയ സഭയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു ജാതീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നാം മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കുറിച്ച് നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി ഒരു അടിമ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യക്തികളെയൊക്കെയും നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിലിപ്പി സഭയിൽ വ്യത്യസ്തമായിരിക്കുന്ന വംശീയ സാംസ്കാരിക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടിയ ഒരു കൂട്ടമായിരുന്നു ഫിലിപ്പി സഭ എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ കടന്നു വന്ന ഒരു സഭയായിരുന്നു ഫിലിപ്പി സഭ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ നിലയിൽ വ്യത്യസ്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും കൂടി വരുന്ന ഒരു കൂട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പുതിയ നിയമസഭയുടെ ആ ശ്രേഷ്ഠതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ നിയമ സ്ഥലസഭ എന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നായി കടന്നു വരുന്നതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അത് പുതിയ നിയമസഭയുടെ ശ്രേഷ്ഠതയാണ്. എന്നാൽ അതിന്റെ മറ്റൊരു വസ്തുത മനസ്സിലാക്കണം. ഈ നിലയിൽ വ്യത്യസ്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികൾ കടന്നു വരുന്ന ഒരു കൂട്ടത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അത്തരം കൂട്ടത്തിൽ സംഘർഷത്തിനും പ്രശ്നത്തിനും വൈരുദ്ധ്യങ്ങൾക്കൊക്കെയും സാഹചര്യം വളരെ കൂടുതൽ. വ്യത്യസ്തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം, അത് പുതിയ നിയമ സ്ഥലസഭയുടെ പ്രത്യേകതയാണ്. അത് സ്ഥലസഭയുടെ ശ്രേഷ്ഠതയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികൾ കടന്നു വന്ന് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വൈരുദ്ധ്യങ്ങളും പ്രതിസന്ധികളും ഒക്കെയും സൃഷ്ടിക്കുന്നതിനും കാരണമായി തീരും എന്നുള്ള ആ മറുവശം കൂടെ നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യം. അപ്പോൾ നാം വായിച്ച വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഫിലിപ്പി സഭയിലും വ്യത്യസ്തമായിരിക്കുന്ന സാംസ്കാരിക വംശീയ സാഹചര്യങ്ങളിൽ നിന്നുള്ള ചില വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവസരത്തിൽ ആ സ്ഥലം സഭയിൽ നാം കാണുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ചാണ് നാം വായിച്ച വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ വായിച്ച വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് വായിക്കുന്നത്. അവിടെ രണ്ട് സ്ത്രീകളുടെ പേരുകൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യുവോദ്യ എന്നുള്ള ഒരു സ്ത്രീ, രണ്ടാമത്തെ സ്ത്രീയുടെ പേര് സുന്ദുക എന്ന സ്ത്രീ. ഈ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ഇവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവിടെ നാം വായിക്കുന്ന പ്രകാരമാണ് ഈ രണ്ട് സ്ത്രീകളും തമ്മിൽ ഭിന്നത നിലനിന്നിരുന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ പ്രശ്നമാണ്, പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഈ സ്ത്രീകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അവരെ കുറിച്ച് നാം വായിക്കുന്ന വാക്യങ്ങൾ ഈ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മാത്രമാണ്. മറ്റൊരിടത്തും ഈ വ്യക്തികളെ കുറിച്ച് യാതൊരു വിധമായിരിക്കുന്ന രേഖകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നാം ഈ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സ്ത്രീകളുടെ പേരുകൾ വളരെ അർത്ഥവത്തായിരിക്കുന്ന പേരുകളാണ്. നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിലുള്ള പേരുകളൊക്കെയും വളരെ അർത്ഥമുള്ള പേരുകളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരുടെ പേരുകളും വളരെ
പേരിന്റെ അർത്ഥപ്രകാരമാണ് സമൃദ്ധമായ ഫലപ്രദമായിരിക്കുന്ന യാത്ര. സമൃദ്ധമായ അഥവാ ഫലപ്രദമായിരിക്കുന്ന യാത്ര എന്നുള്ളതാണ് ആ പേരിന്റെ അർത്ഥം. സുന്ദര എന്നുള്ള പേരിന്റെ അർത്ഥം ഹൃദ്യമായ ഇടപെടൽ, പ്ലസന്റ് അക്വൈൻറ്റൻസ്. ഹൃദ്യമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ആ പേരിന്റെ അർത്ഥം. രണ്ടുപേരുടെയും പേര് വളരെ അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന പേരുകളാണ്. എന്നറിയാം, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരുകൾ ഇടുമ്പോൾ പലപ്പോഴും അർത്ഥമില്ലാത്ത പേരുകളാണ് നാം പലപ്പോഴും ഇടാറുള്ളത്. പല പേരുകൾക്കും ഇന്ന് അർത്ഥമില്ല. എന്റെ പേര് ഷൈജു, എന്റെ അനിയന്റെ പേര് ബൈജു, ഏറ്റവും ഇളയ സഹോദരന്റെ പേര് ലൈജു. 3 പേരിനും യാതൊരു അർത്ഥവുമില്ല. അവരെങ്ങനെ മാതാപിതാക്കൾ എങ്ങനെ ആ പേര് സെലക്ട് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അത്തരത്തിലുള്ള അർത്ഥമൊന്നുമില്ലാത്ത പേരുകളാണ് സർവ്വസാധാരണയായിട്ട് ഇടുന്നത്. ഒരർത്ഥത്തിൽ അത് നല്ലതുമാണ്, അല്ലേ? കാരണം അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന പേരുകൾ ഉണ്ടെങ്കിൽ ആ പേരിന്റെ അർത്ഥത്തിന് ഇണങ്ങിയ സ്വഭാവവും ആവശ്യമാണ്. ഇവിടെ ഈ സ്ത്രീകളെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വളരെ അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന പേരുകൾ ഉടമകളായിരുന്നുവെങ്കിൽ തന്നെയും അവരുടെ സ്വഭാവം അവരുടെ പേരിന്റെ അർത്ഥത്തിന് യോജിച്ച സ്വഭാവമായിരുന്നില്ല. അവർ തമ്മിൽ വഴക്കിടിക്കുകയാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. അവരുടെ പേരുകൾ അർത്ഥത്തിന് അടിസ്ഥാനമാക്കിയ നിലയിൽ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അർത്ഥമുള്ള പേരുകളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, അല്ലേ? നമ്മുടെ പേരിന്റെ അർത്ഥത്തിന് ഇണങ്ങി നമ്മുടെ സ്വഭാവം നാം രൂപീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും നല്ല പേരൊക്കെ, പക്ഷേ സ്വഭാവം കൊള്ളുന്നില്ല എന്ന് മറ്റുള്ളവർ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിത രീതികൾ നാം ഏത് നിലയിലാണ് സാക്ഷ്യം പുലർത്തി ജീവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വളരെ ശ്രദ്ധയോടുകൂടെ നാം ഓരോരുത്തരും കരുതേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ 2 സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പേരിന്റെ അർത്ഥത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും കാരണം സ്ഥലം സമയമുള്ള സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സവിശേഷത ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ അവസരത്തിലാണ് അപ്പോസ്തലൻ പൗലോസ് ഈ ലേഖനത്തിൽ ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തി പറയുന്നത്, ആ സ്ത്രീകൾ ക്രിസ്തുവിൽ ഒരു മനസ്സുള്ളവരായി തീരണം. ക്രിസ്തുവിനുള്ള ഐക്യത കാത്തു സൂക്ഷിക്കത്തക്ക നിലയിൽ ഈ സ്ത്രീകൾ അവർ മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ സ്ഥലം സമയമുള്ള പ്രിയപ്പെട്ടവർ മുൻകൈ എടുത്ത് അവരെ ഐക്യതയുടെ ആ പാതയിലേക്ക് നയിക്കണമെന്ന് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സ്ഥലം സഭകളിൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉപദേശ പിശകുകളോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളോ ഒന്നുമല്ല. മറിച്ച് ഇന്ന് നമ്മുടെ സ്ഥലം സഭകളിൽ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസികൾ തമ്മിൽ ഐക്യമില്ലാത്ത ഒരവസ്ഥയാണ്. സ്ഥലം സഭകളിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത അത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ സ്ഥലം സഭകൾ വളരെയധികമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന പ്രശ്നം. മാത്രമല്ല, അത് സാത്താന്റെ വളരെ വലിയൊരു ആയുധം കൂടിയാണ്. കാരണം നാം ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ഇവർ സുവിശേഷ ഘോഷണത്തിൽ വളരെയധികം ഉത്സുകരായിട്ട് അപ്പോസ്തലൻ പൗലോസിനോടും മറ്റുള്ളവരോടും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. സാത്താന്റെ വലിയ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് വിശ്വാസികളുടെ മധ്യത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി സാക്ഷ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് സുവിശേഷ ഘോഷണത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഐക്യവും സുവിശേഷ ഘോഷണവും ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസികൾ ഐക്യതയോടുകൂടെ ജീവിക്കുന്നില്ല എങ്കിൽ, ക്രിസ്തുവിനുള്ള ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ
നാം ഈ വേദഭാഗത്തിലേക്കും അതുപോലെ തന്നെ അപ്പോസ്തലൻ പൗലോസ് മറ്റു പല സ്ഥലങ്ങളിൽ ഈ ഐക്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിലും നാം ഒരുമയോടുകൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ തിരുവചനത്തിൽ ക്രിസ്തുവിനുള്ള ഐക്യത കാത്തു സൂക്ഷിക്കുന്നതിന് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന വശങ്ങളെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. നാം ഈ മുഖം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വേദഭാഗത്തേക്ക് കടന്നു വന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കും. നാം ഈ വായിച്ച വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അനേക കാര്യങ്ങൾ ഐക്യതയോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ നാം ഇതൊക്കെയും പരിഹരിക്കത്തക്ക നിലയിൽ ബാധ്യസ്ഥരാണെന്നും ആ നിലയിൽ നാം പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ കരുതിക്കൊണ്ടിരുന്ന ചില അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകുന്ന ഘടകങ്ങൾ എന്താണ്? പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. ആ പ്രതിസന്ധികളൊക്കെ നാം പരിഹരിക്കേണ്ടവരാണ്. എന്നാൽ നാം വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കത്തക്ക നിലയിൽ നമുക്ക് പ്രചോദനം നൽകുന്ന വസ്തുതകൾ എന്താണ്? What are the motivations to restore the conflict? നാം പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതിനായി നമുക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ എന്താണ്? ആ ചില കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് ഒന്നാം വാക്യം തുറന്നു ഇപ്രകാരമാണ്: അതുകൊണ്ട് പ്രിയരെ സഹോദരരെ എന്ന് പറഞ്ഞാണ് ഈ വാക്യം തുറന്നത്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളും ഇതിനോട് ചേർത്ത് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം പ്രത്യേകിച്ച് പ്രശ്ന പരിഹാരത്തിനുള്ള പ്രചോദനങ്ങൾ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ചില പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ പ്രചോദനം എന്ന് പറയുന്നത് നമുക്കൊരു സ്വർഗീയ ബന്ധം ഉണ്ട്. നമുക്കൊരു സ്വർഗീയ ബന്ധമുണ്ട്. We have a heavenly relationship. അതാണ് 3-ാം അധ്യായത്തിന്റെ 20 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. നാം സ്വർഗീയ പൗരന്മാരാണ്. നമുക്കൊരു സ്വർഗീയ ബന്ധമുണ്ട്. ആ സ്വർഗീയ ബന്ധത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കത്തക്ക നിലയിൽ അത് നമുക്ക് പ്രചോദനം നൽകുമെന്നതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഇപ്രകാരമാണ്: നാം സ്വർഗീയ പൗരന്മാർ. നാം എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് വാഴുവാൻ പോകുന്നവർ. അത് പ്രകാരമാണ്. അത് യുഗായുഗം നാം എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ സാക്ഷിയുള്ള ഈ ശരീരത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം പ്രാപിച്ച് ആ ശരീരത്തോട് അനുരൂപമാക്കി തീർത്ത് നാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ഐക്യതയോടും കൂടെ യുഗായുഗം നാം വാഴുവാനായിട്ട് പോവുകയാണ്. ആ അനുഗ്രഹീതമായിരിക്കുന്ന സ്വർഗീയ ബന്ധം നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെടുവാനായിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആ അനുഗ്രഹീതമായിരിക്കുന്ന സ്വർഗീയ ബന്ധം നമുക്ക് അവകാശപ്പെടുവാനായിട്ടുണ്ട്. എന്നാൽ യുഗായുഗം ഐക്യതയോടുകൂടെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ പോകുന്ന വിശ്വാസികൾ
ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യം. നാം ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്, വായിക്കാറുണ്ട്, അനേക കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നാം സ്വർഗീയ പൗരന്മാരാണ്, സ്വർഗത്തിൽ ഇതായാലും ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് വാഴുവാൻ പോവുകയാണ്, ഐക്യത്തോടുകൂടി ജീവിക്കാൻ പോവുകയാണ്, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പോവുകയാണ്. അതിനൊരു മാറ്റവുമില്ല എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ യുഗായുഗം ഐക്യതയോടുകൂടി ജീവിക്കുവാൻ പോകുന്ന ഈ വിശ്വാസികൾ ഈ വിരലിലെണ്ണാവുന്ന ആ കാലഘട്ടം, ഈ ഭൂമിയിൽ, ഈ ചുരുങ്ങിയ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയോ വൈരുദ്ധ്യമാണ് അല്ലേ? എത്രയോ വൈരുദ്ധ്യം നിറഞ്ഞൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രി സമയത്ത് നാം വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളോട് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സ്വർഗീയ ബന്ധമുള്ള നാം ഈ ചുരുങ്ങിയ കാലഘട്ടം എത്രമാത്രം ഐക്യതയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികൾ കടന്നു വന്നാലും നമ്മുടെ സ്വർഗീയമായിരിക്കുന്ന ബന്ധം ആ പ്രശ്നങ്ങളെ തരണം ചെയ്യത്തക്ക നിലയിൽ നമ്മെ ഓരോരുത്തരെയും പ്രചോദനം തന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ സ്വർഗീയമായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് നാം മറന്നു പോകുവാൻ പാടില്ല. സ്വർഗീയമായിരിക്കുന്ന യാഥാർത്ഥ്യവും സ്വർഗീയമായിരിക്കുന്ന മൂല്യങ്ങളും എത്രമാത്രം ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മുടെ സ്വർഗീയ ബന്ധത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായി തീരുകയും ആ നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ നാം ഓരോരുത്തരും മുൻകൈയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു പുതിയൊരു പുലരി ഉദിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ പ്രിയനെ നേരിൽ കാണുവാൻ പോവുകയാണ്. മാത്രമല്ല, ഭരണോടൊപ്പം നിത്യമായിട്ട് നാം വാഴുവാൻ പോവുകയാണ്. ആ സുദിനത്തിന് വേണ്ടി, ആ മഹാഭാഗ്യമായിരിക്കുന്ന ആ നാളെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന നാം ഓരോരുത്തരും ആ അനുഗ്രഹീതമായിരിക്കുന്ന സ്വർഗീയ ബന്ധം എത്രമാത്രം ശ്രേഷ്ഠകരമെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എത്രമാത്രം ഐക്യതയോടുകൂടി ജീവിക്കണമെന്നത് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രശ്ന പരിഹാരത്തിനായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗീയമായിരിക്കുന്ന ബന്ധം, ഹെവൻലി റിലേഷൻഷിപ്പ്. രണ്ടാമതായിട്ട് നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് നമുക്ക് പ്രചോദനം നൽകുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധം, ഫാമിലി റിലേഷൻഷിപ്പ്. നമ്മുടെ കുടുംബ ബന്ധം നമ്മൾ വായിക്കുന്നത്, ഈ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ വായിക്കുന്ന പ്രകാരമാണ്: എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സഹോദരി സഹോദരന്മാർ. അപ്പോസ്തലൻ പൗലോസ് ഈ നിലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സഹോദരി സഹോദരന്മാരെ. ഈ പദം എന്താണ് കൂടി കഴിക്കുന്നത്? സഹോദരി സഹോദരന്മാർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാം എല്ലാവരും സഹോദര സഹോദരി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്, പരസ്പരമാണ്. ആ വാക്കിന്റെ പ്രാധാന്യത എന്തെന്ന് നമുക്കറിയാം. സഹോദരി സഹോദരൻ എന്നുള്ള പദം അവിടെ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നാം ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. നമുക്കൊരു കുടുംബ ബന്ധമുണ്ട്. നാം ഓരോരുത്തരും ഒരു കുടുംബത്തിന്റെ അംഗമായിരിക്കുന്നതുകൊണ്ട്, സഹോദരി സഹോദരന്മാരായിരിക്കുന്നതുകൊണ്ട് നാം ഓരോരുത്തരും എത്രമാത്രം ഐക്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കണമെന്നുള്ളത് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നമ്മെ വ്യക്തമാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളും വ്യത്യസ്തമായിരിക്കുന്ന വരങ്ങളും അതുപോലെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഈ കുടുംബത്തിലുണ്ട്. ഒരു കുടുംബം, ആ കുടുംബത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിരിക്കുന്ന വരങ്ങളുണ്ട്,
വ്യത്യസ്തങ്ങളായിരിക്കുന്ന കഴിവുകളുണ്ട്, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെയും ശരിയാണ്. നമ്മുടെ ഭൗതികമായിരിക്കുന്ന കുടുംബങ്ങളിലും അത് തന്നെയാണ്. എല്ലാവരും ഒരുപോലെ വ്യത്യാസമുണ്ട്. എങ്കിൽ തന്നെയും ആ വ്യത്യാസത്തിന്റെ മധ്യത്തിലും ഒരുമയോടുകൂടെ ഐക്യതയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ കുടുംബത്തെ കുറിച്ചും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആ കുടുംബത്തിലുള്ളവർ തമ്മിൽ വഴക്കിടുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശത്രുവിന് വളരെ വേഗത്തിൽ നമ്മെ ഭൗതികമായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ് സത്യം. കുടുംബത്തിലുള്ളവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ, തമ്മിലടിക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്രമാത്രം നാണക്കേടാണ് മറ്റുള്ളവർ നമ്മുടെ മേൽ വിജയാഘോഷം കൊള്ളുന്നത് നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം. നാം ഓരോരുത്തരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായിരിക്കുന്ന രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുക്കപ്പെട്ട് ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായി നാം ഓരോരുത്തരും തീർക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിലയിൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നിരിക്കുന്ന നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളും വ്യത്യസ്തമായിരിക്കുന്ന വരവും വ്യത്യസ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെയും ഒരുമയോടുകൂടെ ഐക്യതയോടുകൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ദൈവനാമ മഹത്വം മാത്രം ലാക്കാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബ ബന്ധം അതിന്റെ യാഥാർത്ഥ്യതയോടുകൂടെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ സൗകര്യം ജീവിക്കുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇവർ എന്റെ സ്വന്തം. എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തം സഹോദരൻ. ആ നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഓരോ വിശ്വാസികളും കടന്നു. അവരുടെ സഹോദര സഹോദരി എന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല. എന്റെ സ്വന്തം സഹോദരൻ, എന്റെ സ്വന്തം സഹോദരി, ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗം. ആ അനുഗ്രഹീയമായിരിക്കുന്ന വസ്തുത മനസ്സിലാക്കി അതിൻ്റെതായിരിക്കുന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഐക്യതയോടുകൂടി നാം കടന്നു പോകുമ്പോൾ ആ കുടുംബത്തിന്റെ ശക്തി എത്ര മഹത്തായിരിക്കും. ഒരു ശത്രുവിനും നാം ഐക്യതയോടുകൂടെ ആ കുടുംബ ബന്ധത്തിന്റെ മഹാത്മ്യത മനസ്സിലാക്കി നാം ഒരുമയോടുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിക്കുവാൻ അറിയില്ല. പ്രിയമുള്ളവരെ, രാവിലെ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ മഹാത്മ്യത എത്രമാത്രം നാം മനസ്സിലാക്കുന്നു. എന്റെ സ്വന്തം സഹോദരൻ, എന്റെ സ്വന്തം സഹോദരി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം നിലനിർത്തുവാനായിട്ട് നാം എത്രമാത്രം പ്രയത്നിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഐക്യതയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാമത്തെ ഘടകം നമുക്കൊരു സ്വർഗീയ ബന്ധമുണ്ട്. രണ്ടാമതായിട്ട് നമുക്കൊരു കുടുംബ ബന്ധമുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ പേര് കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കുള്ളത്? നമുക്കുള്ളത്. ഈ യുവതിയെയും ഇസ്തുകയെയും കുറിച്ച് നാം വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു പുസ്തകം അല്ലേ? ആരെങ്കിലും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, ഈ യുവതിയും സുന്ദരിയും ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ ഉത്തരപ്പെടും. ഈ യുവതി ആരാ, ഈ സുന്ദരി ആരാ എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുന്നത്? ഫിലിപ്പിയ സഭയിൽ വഴക്കെഴുതിയ 2 സ്ത്രീകളാണ്. അത്ര അറിവുള്ളൂ അല്ലേ? ഫിലിപ്പിയ സഭയിലെ വഴക്കാളികളാണ് ആ 2 സ്ത്രീകൾ. അത്രയും നമുക്കറിയാം. സ്വർഗീയ കുടുംബത്തിന്റെ പേര് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ ആ പേരിന് സാക്ഷ്യമില്ലാത്ത നിലയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാലം കാണിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളെ കുറിച്ച് മറ്റു വ്യക്തികൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി ആരാണോ,
ഈ വ്യക്തിയെ കുറിച്ച് എന്തറിയാമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഉത്തരം എന്താണ്? ആ സ്ഥലം സഭയിലെ വഴക്കാളിയാണ്, ആ സ്ഥലം സഭയിലെ പ്രശ്നക്കാരനാണ്, പ്രശ്നക്കാരിയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊരു സാക്ഷിക്കാരാണ്. ഈ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് സ്ത്രീകൾ. 7 നൂറ്റാണ്ടിലെ ആളുകളോടും ഈ ചോദ്യം ചോദിച്ചാൽ അവർക്ക് പറയുവാൻ സാധിക്കും, ഈ സുന്ദരയും യുവതിയും എന്ന് പറയുന്ന സ്ത്രീ ഫിലിപ്പി സഭയിലെ വഴക്കാളികളായിരുന്നു. നിങ്ങളുടെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ വരുന്ന തലമുറകൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? അവർ ഏത് നിലയിലാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്? ഏത് നിലയിലുള്ള സാക്ഷികളാണ് നിങ്ങൾ അവർ മുമ്പാകെ വെച്ചിട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ ആ അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ പേര് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമതായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് പ്രചോദനം നടത്തുന്ന മറ്റൊരു ഘടകമുണ്ട്. അത് സ്നേഹബന്ധം. ഒന്ന് സ്വർഗീയ ബന്ധം, 2 കുടുംബബന്ധം, 3 സ്നേഹബന്ധം. ഇവിടെ 2 പ്രാവശ്യം അപ്പോസ്തലൻ പൗലോസ് താൻ ഫിലിപ്പി സഭയിലുള്ള വിശ്വാസികളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒരു സ്നേഹബന്ധം. അപ്പോസ്തലൻ പൗലോസിന് വളരെ വ്യക്തിപരമായിരിക്കുന്ന സ്നേഹം അവരുടെ വിശ്വാസികളോട്. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കോർത്തിണക്കപ്പെട്ട ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോസ്തലൻ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഫിലിപ്പി സഭയിലുള്ള വിശ്വാസികളുടെ ആത്മീയ ഗുരുവാണ്. രക്ഷയിലേക്ക് അവരെ നയിച്ചതാണ്. ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം അദ്ദേഹം അവരോട് പ്രകടിപ്പിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപക്ഷെ അപ്പോസ്തലൻ പൗലോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്നാ സ്നേഹിക്കാൻ അല്ലേ? പലരും എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഒന്ന് സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് വേണമെങ്കിൽ അപ്പോസ്തലൻ പറയായിരുന്നു. കൂടെയുള്ളവർ പോലും തന്നെ തള്ളിപ്പറഞ്ഞ അവസ്ഥ അപ്പോസ്തലനായ പൗലോസിനുണ്ട്. കൂടെയുള്ളവർ തന്നെ വിട്ടിട്ട് പോകുന്ന അവസ്ഥ എനിക്കുണ്ട്. താൻ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കാത്ത അനേകരുണ്ട്. ഈ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇവിടെ ഫിലിപ്പി സഭയിലുള്ള വിശ്വാസികൾക്ക് താൻ ലേഖനം എഴുതുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, ആ സ്നേഹത്തിന്റെ ഭാഷയിൽ താൻ അവർ എഴുതുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹബന്ധം നിലനിർത്തുവാനായിട്ട് അപ്പോസ്തലൻ പൗലോസിന് സാധിച്ചു. ആ ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹബന്ധം പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം തനിക്ക് ആ ദൈവത്തോട് ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ അനുഗ്രഹീതമായിരിക്കുന്ന സ്നേഹബന്ധം പുലർത്തുവാൻ, നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കോർത്തിണക്കപ്പെട്ടവരാണെന്ന് വളരെ ഉച്ചത്തിൽ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും ആ സ്നേഹബന്ധത്തിന്റെ ആ മഹാത്മ്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ, ആ സ്നേഹബന്ധത്തിൽ നമുക്ക് കഴിയുവാൻ, ആ സ്നേഹബന്ധത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ സ്നേഹം കപട സ്നേഹമായിട്ട് മാറി. കാപട്യങ്ങളുടെ സ്നേഹം. നാം മറ്റുള്ളവരെ കാണുമ്പോൾ പുറമെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ആ വാക്കുകളും വാചകങ്ങളൊക്കെ കേട്ടാൽ വളരെ സ്നേഹവും സന്തോഷവും തോന്നിക്കുകയും ചെയ്യും. എന്നാൽ അകത്ത് വിദ്വേഷവും പകയും അസൂയയും നിറഞ്ഞു തുറന്നു.
അത്തരത്തിലുള്ള ഒരു ജീവിതമല്ല ദൈവം നമുക്ക് നമ്മുടെ സ്നേഹം അത് മായമില്ലാത്തതായിരിക്കണം. ക്രിസ്തു നമ്മോട് കാണിച്ച ആ സ്നേഹത്തിന്റെ ആ മാതൃക നമുക്ക് പിന്തുടരുവാൻ സാധിക്കണം. ത്യാഗസമ്പൂർണ്ണമായ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. കാപട്യങ്ങളുടെ സ്നേഹം നാം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് യാതൊന്നും നേടുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ പരസ്പരം നമുക്ക് സ്നേഹത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിത്യത്തിൽ സ്നേഹത്തോടുകൂടെ ജീവിക്കുവാൻ പോകുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യവും നിത്യതയിൽ യുഗായുഗം കർത്തൃസന്നിധിയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യതയോടും കൂടി ജീവിക്കുവാൻ പോകുന്ന നാം ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലും അതേ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും ഐക്യതയോടും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലും ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം പുറത്തുവരണമെന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിക്കുന്നത് എത്രമാത്രം ആ സ്നേഹബന്ധം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. ആ സ്നേഹബന്ധം യഥാർത്ഥത്തിൽ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ അത് നമുക്ക് പ്രചോദനമാകും. ഇന്ന് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം എന്താ? യഥാർത്ഥ സ്നേഹമില്ല. മനസ്സ് തുറന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് കാരണം. സ്വയം സ്നേഹം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹീതമായിരിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും നാം പരിഹരിക്കത്തക്ക നിലയിൽ മുൻകൈയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് ആ നിലയിൽ നമുക്ക് പ്രശ്നപരിഹാരങ്ങൾ ഇല്ലാതെ പല സ്ഥലങ്ങളിലും മുമ്പോട്ട് പോകുവാൻ ഇടയാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം നമ്മിലില്ല. സ്വർഗീയ ബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം മാത്രമല്ല, നാലാമതായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മെ പ്രചോദനം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൂട്ടായ്മ ബന്ധം. ഇവിടെ നാം വായിച്ച വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അവരെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയുകയല്ല, മറ്റൊരു കാര്യം കൂടെ പറയുന്നത് എന്താ? തനിക്ക് അവരുടെ സ്നേഹം അനുഭവിക്കണമെന്നും കൂടെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അല്ലേ? ഞാൻ അവരെ സ്നേഹിക്കുന്നത് മാത്രമല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവരുടെ സ്നേഹം എനിക്കും അനുഭവിക്കണമെന്ന് കൂടെ അദ്ദേഹം അവിടെ പറയുകയാണ്. അതാണ് ആത്മാർത്ഥമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം. താൻ അവരെ സ്നേഹിക്കുക മാത്രമല്ല, അവരുടെ സ്നേഹം അനുഭവിക്കുവാൻ താൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള വസ്തുത വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷേ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാനിവിടെ അനാവശ്യമായിട്ട് കാരാഗ്രഹവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിലാണ്. അനാവശ്യമായിട്ട് വെറുതെ കാരാഗ്രഹവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവുമില്ല. എന്തിനാ ഇതൊക്കെയും അനുഭവിക്കുന്നത്? ഈ അവസരം എന്തിനാണ് അവരുമായിട്ട് കൂട്ടായ്മ ബന്ധം ആഗ്രഹിക്കുന്നത്? എന്തിനത്തരത്തിലുള്ള ഒരു ബന്ധത്തിന്റെ ആവശ്യം എന്നൊക്കെയും അദ്ദേഹത്തിന് ചിന്തിക്കണം. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലൻ പൗലോസ്
അപ്പോസ്തലനായ പൗലോസ് അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ അവരുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധം നിലനിർത്തണമെന്നും ആ നിലയിൽ അവരുടെ വിശ്വാസങ്ങളിൽ താൻ സന്തോഷിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രകാരമാണ് പറയുന്നത്, നിങ്ങളാണ് എന്റെ സന്തോഷത്തിന് ആധാരം. നിങ്ങളാണ് എന്റെ സന്തോഷത്തിന് ആധാരം. ഈ ലോകത്തിലുള്ള ലൗകികമായിരിക്കുന്ന സുഖങ്ങളോ, ഈ ലോകത്തിലുള്ള അധികാരമോ, ഈ ലോകത്തിലുള്ള അന്തസ്സോ, ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കുന്ന അഭിവൃദ്ധിയോ, ലോകത്തിലുള്ള ആസ്തിയോ, അതുപോലെ തന്നെ ഈ ലോകത്തിൽ ലോകം നൽകുന്ന യാതൊന്നും തന്നെയല്ല എന്റെ സന്തോഷത്തിന് ആധാരം. മറിച്ച് ഫിലിപ്പി സഭയിലുള്ള വിശ്വാസികളാണ് എന്റെ സന്തോഷത്തിന് ആധാരം എന്ന് വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധമായിരുന്നു അവർക്കുണ്ടായത്. അപ്പോസ്തലൻ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സന്തോഷിക്കുവാൻ മറ്റൊന്നിലും താൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവത്തിനും അവനാണ് സന്തോഷത്തിന് ആധാരം. അത്ര അനുഗ്രഹീതമായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധം പുലർത്തുവാനായിട്ട് അപ്പോസ്തലൻ പൗലോസിന് സാധിച്ചു. പ്രിയമുള്ളവരെ, രാവിലെ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നമ്മുടെ സഭാ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ മധ്യത്തിൽ ഈ നിലയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കൃത്യമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പുറമേ നാം ചിരിക്കും, അകമേ നാം വെറുക്കും. ശുദ്ധമായിരിക്കുന്ന താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നാം നെപ്പോട്ട് ഓടുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ പോലും നമുക്ക് സമയമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവരുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അനുഗ്രഹീതമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം നിലനിർത്തിയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ തമ്മിൽ കണ്ടാൽ ഒന്ന് ചിരിക്കുവാൻ പോലും ബുദ്ധിമുട്ടാണ്. തമ്മിൽ കണ്ടാൽ മുഖം തിരിച്ചു പോകുന്നവരുണ്ട്, കണ്ടില്ല എന്ന് നനച്ച്, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ കൈ കാണിച്ചിട്ട് അങ്ങ് പോകും. കൂട്ടായ്മ അതിന്റെ ശ്രേഷ്ഠത ഇന്നത്തെ കാലഘട്ടത്തിൽ നാം മറന്നുപോയിരിക്കുകയാണ്. ആ കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത്. ഈ കൂട്ടായ്മ എന്നുള്ള പദം എന്ന് തന്നെ സൂചിപ്പിക്കുന്നത് ഒന്നോടൊന്ന് ഇണങ്ങി ചേർന്ന് കോർത്തിണങ്ങിയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, മുന്തിരിക്കുല, അതിലെ മുന്തിരികൾ ഏത് നിലയിൽ കോർത്തിണങ്ങിയിരിക്കുന്നു, ആ നിലയിലുള്ള ഒരു കാര്യമാണ് ഫെലോഷിപ്പ് എന്നുള്ള പദമുണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ആ നിലയിൽ കോർത്തിണങ്ങിയിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് തമ്മിലിരിക്കുന്നത്? ആ നിലയിൽ കോർത്തിണങ്ങിയിരിക്കുന്നുവെങ്കിൽ, ആ നിലയിൽ ആ കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, പിന്നെ എങ്ങനെയാണ് തമ്മിലിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഐക്യതയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം ഓരോരുത്തരും നമ്മുടെ ക്രിസ്തീയമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് മനസ്സിലാക്കി അതിൻ്റെതായിരിക്കുന്ന മൂല്യങ്ങൾക്ക് നാം പ്രാധാന്യം കൽപ്പിക്കുവാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ മധ്യത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആ കൂട്ടായ്മ ബന്ധം മാത്രമാണ് നമ്മെ കോർത്തിണക്കിയത്. ആ നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ താഴ്ത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാച്ചു. ഒന്ന്, സ്വർഗീയ ബന്ധം. രണ്ട്, കുടുംബ ബന്ധം. മൂന്ന്, സ്നേഹബന്ധം. നാല്, കൂട്ടായ്മ ബന്ധം. അഞ്ചാമത് മറ്റൊരു
കാര്യം കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പ്രശ്ന പരിഹാരത്തിന് നമുക്ക് പ്രചോദനം നൽകുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത്, അത് ക്രിസ്തുവുമായുള്ളത്. നാം ആദ്യം കണ്ട 4 ബന്ധങ്ങൾക്കും ആധാരം എന്താ? ക്രിസ്തുവുമായുള്ള ബന്ധം. നാം ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? Stand firm in the Lord. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക, ക്രിസ്തുവിൽ നിലനിൽപ്പിൻ. കണ്ടഴിക്കുന്ന യുവതിയോടും സുമുഖിയോടും അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രബോധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിലനിൽപ്പിൻ. ക്രിസ്തുവിനുള്ള ബന്ധം അത് എത്ര ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉറച്ചു നിൽക്കുവാൻ സുസ്ഥിരമായിരിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മറ്റേതൊരു സ്ഥലവും അത് സുസ്ഥിരമല്ല, അത് സുരക്ഷിതമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പോടെ നിൽക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം, ഉറച്ചു നിലനിൽക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കൂ. നമ്മുടെ ക്രിസ്തുവായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം സഹോദരി സഹോദരന്മാരാണ്, നാം അനുഗ്രഹീതമായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം പുലർത്തുന്നതാണ്. ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിനുള്ള നമ്മുടെ ബന്ധമാണ്. ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുവാനായിട്ടുള്ള കൃപ തന്നു. ആ കർത്താവിനോടുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധമാണ് മറ്റെല്ലാ ബന്ധങ്ങൾക്കും ആധാരമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ക്രിസ്തുവിനുള്ള ബന്ധത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈനംദിനം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിനുള്ള ബന്ധത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഒത്ത നിലയിൽ നമ്മുടെ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിന്റെ മഹത്വം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും ക്രിസ്തു മാത്രമാണ് ഒന്നാമതെന്ന് മനസ്സിലാക്കി ആ നിലയിൽ ക്രിസ്തുവിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എന്നിൽ കൂടെ മഹത്വപ്പെടണം. കർത്താവിന്റെ കണ്ണുകളെ പതിച്ച് കർത്താവിന് വേണ്ടുന്ന എല്ലാവരുമായിരിക്കുന്ന മുൻഗണനയും എന്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്ത് മുമ്പോട്ട് പോകുമെന്നുള്ള വ്യക്തമായിരിക്കുന്ന തീരുമാനത്തോടും സമർപ്പണത്തോടും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും നമ്മുടെ കണ്ണുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പതിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ആ കണ്ണ് ക്രിസ്തുവിൽ നിന്ന് മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, അല്ലേ? എന്റെ ബന്ധം ക്രിസ്തുവുമായിട്ടാണ്, എന്റെ ശ്രദ്ധ അത് ക്രിസ്തുവിലാണ്, എന്റെ കണ്ണ് ഞാൻ പതിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്, എന്റെ ശ്രദ്ധ ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ നിലയിലുള്ള ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നമ്മുടെ കണ്ണ് ക്രിസ്തുവിൽ നിന്ന് മാറുന്നത് കൊണ്ടാണ്, ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പല പ്രതിസന്ധികളും നാം നമ്മുടെ സ്ഥലസഭകളിലും കുടുംബങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനോടുള്ള ബന്ധം ഏത് നിലയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നുവെന്ന് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. കർത്താവിന് ശരിയായിരിക്കുന്ന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ, കർത്താവിന് എല്ലാവിധമായിരിക്കുന്ന മുൻതൂക്കവും നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ നമുക്ക് സാധിച്ചാൽ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും എല്ലാവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാവിധമായിരിക്കുന്ന ഭിന്നതകൾക്കും ഒരു അടിമലയിടുവാൻ സാധിക്കുന്നതിന് യാതൊരു
സംശയമില്ല. നാം പ്രത്യേകിച്ച് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കണമെന്നാണ്. നിലനിൽക്കണം. നമ്മുടെ സ്വയം താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി നാം ജീവിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടേതായിരിക്കുന്ന സ്വന്തമായിരിക്കുന്ന കാര്യങ്ങൾക്കായിട്ടും നമ്മുടേതായിരിക്കുന്ന ജീവിത രീതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടേതായിരിക്കുന്ന അന്തസ്സും മാനവും ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി നാം ജീവിക്കണമെന്നല്ല, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ നിലനിൽക്കണം. ഇതൊരു പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം. അപ്പോസ്തലൻ പൗലോസ് ഈ പദം വളരെ നിരവധി പ്രാവശ്യം മറ്റ് വേദഭാഗങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. നാം പ്രത്യേകിച്ച് ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അതേ പ്രകാരം വായിക്കുന്നുണ്ട്. ഏകാത്മാവിൽ നിലനിൽക്കുക, മാത്രമല്ല കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്ന പ്രകാരമാണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ നിലനിൽപ്പീൻ, ഉറച്ചു നിൽപ്പീൻ. അതിനുശേഷം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത് കർത്താവിൽ നിലനിൽപ്പീൻ. അതിനുശേഷം തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത് സഹോദരന്മാരെ ഉറച്ചു നിൽപ്പീൻ. ഈ പദപ്രയോഗം അപ്പോസ്തലൻ പൗലോസ് ആവർത്തിച്ച് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് കർത്താവിൽ ഉറച്ചു നിൽക്കണം എന്ന് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഉറച്ചു നിൽപ്പീൻ, കർത്താവിൽ ഉറച്ചു നിൽപ്പീൻ, കർത്താവിൽ നിലനിൽപ്പീൻ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മധ്യത്തിൽ ഐക്യത നിലനിർത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് കർത്താവുമായിട്ടുള്ളത്. അതിനപ്പുറം മറ്റൊന്നുമില്ല. മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സ്ത്രീകൾ പ്രശ്നങ്ങൾ ഉള്ളവരായി നിൽക്കുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പൗലോസ് ഓർമ്മിക്കുന്നത് കർത്താവിൽ നിലനിൽപ്പീൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടേതായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു വിരാമം കുറിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ക്രിസ്തുവിൽ നിലനിൽപ്പാൻ സാധിച്ചെങ്കിൽ മാത്രമേ, ക്രിസ്തുവിൽ അടിയുറച്ചു നിൽപ്പാൻ സാധിച്ചെങ്കിൽ മാത്രമേ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു അവസാനം വരികയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗം ഇവിടെ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൽ നിലനിൽപ്പീൻ, കർത്താവിൽ ഉറച്ചു നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത്ര മാത്രമാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഉപദേശം നാം പിന്തുടരുക. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വചനം നാം പിന്തുടരുക. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക നാം പിൻപറ്റുക. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുക. കർത്താവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെ നടക്കുക. കർത്താവിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക. ആ നിലയിൽ കർത്താവിനോടുള്ള പ്രതിബദ്ധതയിൽ ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കർത്താവിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം നാം നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉറച്ചു നിൽക്കുന്നു, അല്ലേ? അതുകൊണ്ടാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. നമ്മുടെ താല്പര്യങ്ങൾക്കായി ഉറച്ചു നിൽക്കുന്നവരാ, നമ്മുടെ അവകാശവാദങ്ങൾക്കായി നാം ഉറച്ചു നിൽക്കുന്നവരാ. നമ്മുടെ പരമ്പരാഗതമായിരിക്കുന്ന കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ നാം ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി അവരോടൊപ്പം നാം ഉറച്ചു നിൽക്കുന്നത്. ഇതൊക്കെയാണ് നാം ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നത്. അതല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. നമ്മുടേതായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയല്ല. നമ്മുടെ പരമ്പരാഗതമായിരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന ഐഡിയോളജി സ്ഥാപിക്കുവാൻ വേണ്ടി
ഉണ്ടാകുകയില്ല. ക്രിസ്തുവുമായുള്ള ബന്ധം. രാവിലെ സമയത്ത് നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മൾ വിചിന്തനം ചെയ്യുന്നതായിരിക്കും. പ്രശ്നങ്ങളുണ്ട്, അത് സർവ്വസാധാരണ. എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ക്രിസ്തുവിലുള്ള ഐക്യത നാം കാത്തു സൂക്ഷിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം കുറിക്കണം. ആ നിലയിൽ നാം ഓരോരുത്തരും പ്രയത്നിക്കണം. അതിന് ഒന്നാമതായി നാം ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഘടകങ്ങൾ. ഒന്നാമതായി നാം ചിന്തിച്ചത് നമുക്കൊരു സ്വർഗീയ ബന്ധമുണ്ട്. രണ്ടാമതായി നാം ചിന്തിച്ചത് നമുക്കൊരു കുടുംബ ബന്ധമുണ്ട്. മൂന്നാമതായി നാം ചിന്തിച്ചത് നമുക്ക് ഒരു സ്നേഹബന്ധമുണ്ട്. നാലാമതായി നാം ചിന്തിച്ചത് നമുക്കൊരു കൂട്ടായ്മ ബന്ധമുണ്ട്. അഞ്ചാമതായിട്ട് ഓർപ്പിച്ച കാര്യം പറയുന്നത് നമുക്ക് ക്രിസ്തുവുമായുള്ള ഒരു ബന്ധം. നമ്മുടെ മറ്റുള്ള എല്ലാ ബന്ധത്തിനും അടിസ്ഥാനം നമ്മുടെ ക്രിസ്തുവുമായുള്ള ആ ബന്ധം. ആ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിച്ചാൽ മറ്റുള്ള എല്ലാ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കും. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം നിൽക്കുമ്പോഴും നാം സ്വർഗീയ പൗരന്മാരാണ്. നാം സ്വർഗത്തിൽ വിവാഹവുമായി ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവരാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകുന്നത്. ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിൽ നാം നിൽക്കുമ്പോഴും നാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള കാര്യം നാം മറന്നുപോകുന്നത്. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം നിൽക്കുമ്പോഴും അനുഗ്രഹീതമായിരിക്കുന്ന സ്നേഹബന്ധം നിലനിർത്തുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകുന്നത്. പ്രശ്നത്തിന്റെ മധ്യത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിന്റെ മാധുര്യം എത്ര ശ്രേഷ്ഠമെന്ന് നാം മറന്നുപോകുന്നത്. മാത്രമല്ല, ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിൽ നാം നിൽക്കുമ്പോഴും നമ്മുടെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെ ശ്രേഷ്ഠത നാം ഓർക്കണം. ഈ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, അത് നമുക്ക് കരുതിക്കൊള്ളുവാനും സാധിച്ചാൽ പ്രിയമുള്ളവരെ, ഏത് പ്രശ്നത്തിനും പരിഹാരം. ആ നിലയിൽ ദൈവം നമുക്ക് വേണ്ട കൃപയും അവരുടേതായിരിക്കുന്ന എല്ലാവരുമായിരിക്കുന്ന നടത്തിപ്പ് നമുക്ക് നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി. മാത്രമല്ല, ഓരോ ദിവസവും കർത്താവിലുള്ള ഐക്യത കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ നാമബോധത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു. ഇതിന്റെ വലിയ ആവശ്യമാണ് ക്രിസ്തുവിലുള്ള ഐക്യത. ഐക്യത ഇല്ലായ്മ സാത്താന്റെ വലിയ ഒരു ആയുധമാണ് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഐക്യത കുറവ് സുവിശേഷ ഘോഷത്തെ വരെ ബാധിക്കുന്ന കാര്യമാണ്. ഐക്യത എന്തുകൊണ്ട് നാം കാത്തു സൂക്ഷിക്കണമെന്ന് കേൾക്കുകയുണ്ടായി. നാം സ്വർഗീയ ബന്ധമുള്ളവരാണ്. വലിയ ഒരു രാജ്യത്തിൽ വ്യക്തിക്കും വേണ്ടി നാം ജീവിക്കേണ്ടവരാണ്. ഈ ചെറിയ ഭൂമിയിൽ ചെറിയ ആയുസ്സിൽ നാം ഐക്യതയില്ലാത്തവരായി തീർന്നാൽ അത് ദൈവനാമം ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം തന്നെയല്ല, നാം ഒരു കുടുംബ ബന്ധമാണ്. ഏക പിതാവിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. തന്നെയുമല്ല, നാം സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കപടമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരായിട്ട് നാം ഒരിക്കലും തീരരുത് എന്ന് കേൾക്കുവാൻ തക്കവണ്ണം. തന്നെയുമല്ല, നമ്മുടെ കൂട്ടായ്മ ബന്ധം, നാം കൂട്ടുവേലക്കാരാണ് കർത്താവ്. നാം ഇന്ന് ക്രിസ്തുവിലുള്ള ബന്ധം നിലനിർത്തുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്ന് കേൾക്കുവാൻ തക്കവണ്ണം. കർത്താവിൽ നിലനിർത്തുന്നതിന് പകരം നമ്മുടേതായ പ്രശ്നങ്ങളിൽ നിലനിർത്തുന്നവരായിട്ടാണ് നാം പലപ്പോഴും തോന്നിയിരിക്കുന്നത്. ഈ കേട്ടതൊക്കെ നമ്മെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് ദൈവത്തിന് മഹത്വമുള്ള ജീവിതമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ.